ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഒരു ബുള്ളറ്റിൽ 58 പേര്. ലോക റെക്കോർഡുമായി ഇന്ത്യൻ ആർമി. ഒരു ബൈക്കിൽ 58 പേർ ഒരുമിച്ച് സഞ്ചരിച്ച റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ ആർമി. ഏറെ ലോക റെക്കോർഡുകൾ നേടിയ ആർമി സർവീസ് കോറിന്റെ മോട്ടോ ബൈക്ക് സംഘമായ ടൊർണാഡോസിനാണ് പുതിയ നേട്ടം. ബാംഗ്ലൂർ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ ഗ്രൗണ്ടിൽ 58 സേനാംഗങ്ങളുമായി 500 cc റോയൽ എൻഫീൽഡ് ബൈക്കാണ് ചരിത്രത്തിലേക്ക് ഓടിക്കേറിയത്. ഒരു ബസ്സിൽ ഉൾക്കൊള്ളുന്നതിലും കൂടുതൽ പേരെയും കയറ്റിയാണ് ഈ ബുള്ളറ്റ് 1200 മീറ്റർ സഞ്ചരിച്ചത്. മേജർ ബണ്ണി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടൊർണാഡോസ് സംഘത്തിന്റേതാണ് ഈ ചരിത്ര നേട്ടം. സുബേദാർ രാംപാൽ യാദവാണ് ബൈക്ക് ഓടിച്ചത്. ഒരു ബൈക്കിൽ 56 പേർ സഞ്ചരിച്ച കരസേനയുടെ തന്നെ ആർമി സിംഗിൾ കോർ സൃഷ്ടിച്ച റെക്കോർഡാണ് ടൊർണാഡോസ് മറികടന്നത്. 2010 ഒരു ബൈക്കിൽ 54 പേരാണ് അണിനിരത്തിയുള്ള പ്രകടനം ടൊർണാഡോസ് കാഴ്ചവെച്ചിരുന്നത്. ആർമി സർവീസ് കോറിന്റെ ടൊർണാഡോസ് ബൈക്ക് സംഘം വിവിധ ഇനങ്ങളിലായി ഇതിനകം 19 ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒട്ടേറെ ദേശീയ പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള സംഘം സ്വാതന്ത്ര്യദിന, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ സാഹസിക പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. കേണൽ CN റാവു, ക്യാപ്റ്റൻ GP വർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ 1982 ആർമി സർവീസ് കോറിന്റെ ടൊർണാഡോസ് പിറവിയെടുക്കുന്നത്. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിലായിരുന്നു ആദ്യ പ്രദർശനം. പിന്നീട് രാജ്യത്തിനകത്തും പുറത്തുമായി 1000 സാഹസിക പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ടൊർണാഡോസ് സംഘത്തിൽ 2 ഓഫീസർമാർ അടക്കം 39 അംഗങ്ങളാണുള്ളത്. 11 മോട്ടോ ബൈക്കുകളിൽ 181 പേരെ അണിനിരത്തിയുള്ള മനുഷ്യ പിരമിഡും 2 മോട്ടോ ബൈക്കുകളിൽ 15 പേരെ അണിനിരത്തിയുള്ള മനുഷ്യ പിരമിഡും റെക്കോർഡ് നേടിയ പ്രകടനങ്ങളാണ്. ജനങ്ങളിൽ സാഹസികതയും ദേശീയ ഉദ്ഗ്രഥനവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം. ലഫ്റ്റനന്റ് ജനറൽ വിപിൻ ഗുപ്ത, ASC സെന്റർ കമാൻഡർ ബ്രിഗേഡിയർ അശോക് ചൗധരി തുടങ്ങിയവരും ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.